പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഏറെ ഹൃദ്യമായ സ്വാഗതം. ഇന്നെന്താ ഒരു കത്തിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് ഇന്ന് കുറച്ച് നല്ല നാട്ടുമാമ്പഴം. ഇപ്പോൾ നാട്ടുമാമ്പഴത്തിൻ്റെ ഒരു പേട്ടയുടെ സമയമാണല്ലോ. എനിക്കൊരു നല്ല നാട്ടുമാവുണ്ട്. അതിൽ ഇഷ്ടംപോലെ മാമ്പഴം. ഇന്നലെ മിനിയാന്നൊക്കെ കോട്ടയത്ത് നല്ല മഴ പെയ്തു. മഴ മാമ്പഴത്തെ മുഴുവനും മാവിൽ നിന്ന് താഴെ വീഴിച്ചു. അതുകൊണ്ട് ഇന്നൊരു മാമ്പഴക്കാര്യമാണ് പറയാനിരിക്കുന്നത്. മനുഷ്യനെ അവൻ്റെ നല്ല ഗുണങ്ങളെല്ലാം ഇല്ലാതാക്കി തീർക്കുന്ന രണ്ട് ദോഷമാണുള്ളത്. ഒന്ന് അഹങ്കാരം, മറ്റൊന്ന് അസൂയ. അപ്പോൾ നമുക്ക് അഹങ്കാരവും അസൂയയും രണ്ട് വെച്ചാൽ തുടങ്ങുന്നത്. ആ രണ്ട് ആകകളെ അങ്ങ് നിഷ്കാസനം ചെയ്യാം. നമുക്ക് അഹങ്കാരവും വേണ്ട, അസൂയയും വേണ്ട. അപ്പോൾ നമുക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാം, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാം. അപ്പോൾ ഈ മാമ്പഴക്കാര്യമാണ്. ഈ മാമ്പഴം കിട്ടിക്കഴിഞ്ഞാൽ മാമ്പഴത്തിനെ എങ്ങനെ നമുക്ക് ഉപകാരപ്രദമാക്കി എപ്പോഴും സൂക്ഷിക്കാം. ഈ മാമ്പഴത്തെ ഇതുപോലെ രണ്ടായിട്ട് കീറി ഉണ്ട്. എല്ലാ മാമ്പഴവും ഈ കത്തി ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് ഇങ്ങനെ കീറി വെച്ചിരിക്കുകയാണ്. കീറിയ മാമ്പഴങ്ങളെല്ലാം നമുക്കിങ്ങോട്ട് ഇടാം. ഇത് ഒരു മാമ്പഴ അച്ചാർ ഇടാൻ പോവുകയാണ്. എന്താണ് ഈ മാമ്പഴ അച്ചാർ അല്ലേ? ഈ മാമ്പഴം, കീറിയ മാമ്പഴം, അതിലേക്ക് അതിനാവശ്യത്തിന് ഉപ്പിടുക. ഒരു ശക്കലം പോലും ഇന്ധനം നഷ്ടമില്ലാതെ നമ്മൾ അച്ചാറിടാൻ പോവുകയാണ്. മാമ്പഴം അച്ചാർ. മാമ്പഴത്തര എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. മാമ്പഴ അച്ചാർ നിങ്ങൾ എന്തായാലും ആദ്യമായിട്ടാണ് എനിക്കും കേൾക്കുന്നത്. ഇത് ഒരുപാട് ഉപകാരപ്രദമായ സാധനമാണ്. ഈ ഉപ്പിട്ടതിന് ശേഷം മുളക് പൊടി, നിങ്ങളുടെ എല്ലാവർക്കും ചില കണക്കുണ്ടല്ലോ. ഒരുപാട് എരിവ് വേണ്ടവർ അതനുസരിച്ചിടുക, അല്ലാത്തവർ കുറച്ചിടുക. പിന്നീട് സ്വല്പം ഉലുവ വറുത്ത് പൊടിച്ചത്, അതിനുശേഷം പച്ചക്കടുക് പരിപ്പ്. ഇതൊത്തിരി നല്ലതാണ്, എല്ലാ അച്ചാറിനും നല്ല രുചി കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഉപ്പ്. ഇനി ചേർക്കേണ്ടത് എണ്ണ. നല്ലെണ്ണ എടുത്ത് കൈ പിടിച്ചുകൊണ്ടാണ് ഉപ്പെന്ന് പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കുമല്ലോ. എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പം ഇതിലും കൂടുതൽ തെറ്റി പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് കായപ്പൊടി. എല്ലാ ദിവസവും കിട്ടുന്ന മാങ്ങ കുറേശ്ശെ വീതം ഇങ്ങനെ ഇട്ട് ഒരു ഭരണി നിറച്ച് വെക്കുന്നതാണ്. ഇനി ഇത് ഇളക്കണം. സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി ചേർക്കുക. ഇത്രയേ ഉള്ളൂ, വെറും സിമ്പിൾ. ഇത് ഒരു 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് വഴങ്ങി തരും. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു പറ കഞ്ഞി കുടിക്കാം. അത്ര ടേസ്റ്റാണ് മാമ്പഴപ്പിക്കിൾ. കണ്ടല്ലോ, മാമ്പഴപ്പിക്കിൾ. ഇതിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് കയറും. ഈ കീറി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറും. വളരെ സിമ്പിളായിട്ടും ഒരു സ്വല്പം പോലും ഇന്ധന നഷ്ടമില്ലാതെ അതിവേഗം നമുക്കുണ്ടാക്കാവുന്ന ഒരു പിക്കിളാണ് മാമ്പഴപ്പിക്കിൾ. നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമായിരിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ മാങ്ങയല്ല, ഏത് മാങ്ങയാണെങ്കിലും ഇതുപോലെ കീറി പഴുത്ത മാങ്ങ ഇട്ടാൽ നല്ല രുചിയായിരുന്നു. ഇത് നിങ്ങൾക്ക് എത്ര എളുപ്പം ഉണ്ടാക്കാവുന്ന നല്ലൊരു പിക്കിള്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.